അബിൻ വർക്ക് ഇവിടെ ഇപ്പോൾ ബി.ജെ.പിയുടെ ഐഡിയോളജിക്കലായ പൊസിഷൻ ഇപ്പോൾ കോർപ്പറേറ്റ് ഫോറിൻ കമ്പനികളുടെ കോർപ്പറേറ്റ് ടാക്സ് 40% നിന്ന് 35% കുറച്ചിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ബജറ്റുകളിൽ ഇവിടെയുള്ള കോർപ്പറേറ്റുകളുടെ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചിരുന്നു. അതേസമയം ഇൻഡിവിജ്വൽ ടാക്സ് പേയേഴ്സിനെ സംബന്ധിച്ച് കാര്യമായ ആശ്വാസമൊന്നുമില്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പുതിയ സ്കീമിലുള്ള ആളുകളുടേത് 75,000 ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു 7,500 രൂപയുടെ ആനുകൂല്യം മാക്സിമം ടാക്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ 15 ലക്ഷത്തിന് മുകളിൽ ടാക്സ് കൊടുക്കുന്ന ആ സ്ലാബിൽപ്പെട്ടവർക്ക് ഉണ്ടാവും എന്നുള്ളത് ഒഴിച്ചാൽ വലിയ തോതിലുള്ള ഇളവുകളോ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചില്ല, കോർപ്പറേറ്റ് സെക്ടറിനെ സംബന്ധിച്ച് അവർക്കും അങ്ങനെ തുള്ളിച്ചാടാൻ മാത്രമുള്ള വലിയ കാര്യങ്ങളില്ല. അപ്പോൾ ഇതൊരു സാമ്പത്തിക അച്ചടക്കം ലക്ഷ്യമാക്കിയുള്ള ഫിസ്ക്കൽ പ്രൂഡൻസ് എന്നോ അല്ലെങ്കിൽ ഫിസ്ക്കൽ കൺസോളിഡേഷൻ എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ വലിയ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാതെ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ഒരു ബജറ്റാണോ? ഒരിക്കലുമല്ല. ഇതിൻ്റെ അകത്തൊരു പ്രശ്നം അദ്ദേഹം ഈ ബീഹാറിന് സ്പെഷ്യൽ പാക്കേജ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരു സ്പെഷ്യൽ പാക്കേജ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തോ അതിന് മുമ്പോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ബീഹാറിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു പാക്കേജ് അല്ലെങ്കിൽ സ്പെഷ്യൽ പാക്കേജ് എന്ന് ഞാൻ പറഞ്ഞത് ഇത്രയധികം വലിയ ഫണ്ട് അനുവദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ബീഹാർ ഒരു പിന്നോക്ക സംസ്ഥാനമായതുകൊണ്ടാണ് അത് അനുവദിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിലും പിന്നോക്കം നിൽക്കുന്ന ജാർഖണ്ഡ് ആയിക്കൊള്ളട്ടെ, ഛത്തീസ്ഗഡ് ആയിക്കൊള്ളട്ടെ, ഉത്തരാഖണ്ഡ് ആയിക്കൊള്ളട്ടെ, അവർക്കൊന്നും ഈ ഫണ്ട് കിട്ടാതെ വരുമ്പോൾ എന്തുകൊണ്ട് ബീഹാറിന് മാത്രം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നിങ്ങളുടെ സർക്കാരിന് തുടരാനുള്ള ഒരു തുടുവിദ്യ മാത്രമാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് തന്നെ ഇപ്പോൾ അദ്ദേഹം വളരെ വാരിക്കോരി ഇൻസെൻറ്റീവ് സ്കീമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ 30-ാമത്തെ പേജിൽ എങ്ങനെ തൊഴിലില്ലായ്മ പരിഹരിക്കാമെന്നുള്ള പേജിൽ വളരെ കൃത്യമായി കൊടുത്ത ഒരു കാര്യമാണ്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യവുമാണ് ഈ എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവിൻ്റെ സ്കീമുകളും അതുപോലെ തന്നെ ഈ എംപ്ലോയർക്ക് കൊടുക്കുന്ന ഫണ്ടിൻ്റെ കാര്യങ്ങളും ഒക്കെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായൊരു ഗ്രാഹ്യമുണ്ടായിരുന്നു. പക്ഷേ ആ പേജിൽ തന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. എങ്ങനെ തൊഴിലുണ്ടാക്കാം എന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. എങ്ങനെ കൂടുതൽ സ്ത്രീകൾക്ക് അത് അംഗനവാടിയിൽ കൂടുതൽ ജോലിക്കാരെ നിയമിക്കാം, അല്ലെങ്കിൽ ആശാ വർക്കർമാർ 2500 മുകളിൽ പോപ്പുലേഷനുള്ള സ്ഥലത്ത് ഒരു ആശാ വർക്കറെ എങ്ങനെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് നിയമിക്കണം, അങ്ങനെ കുറേ കൂടെ തൊഴിലവസരം ഉണ്ടാക്കാം. അപ്പോൾ ഈ തൊഴിലവസരങ്ങൾ എങ്ങനെ കൂടുതൽ ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ച വളരെ കൃത്യമായ ഒരു പിക്ചറും ആ 30-ാമത്തെ പേജിലും കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രി ഏതെങ്കിലും ഭാഗം മാത്രം കണ്ട് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ കോപ്പി അടിക്കുന്ന നേരത്ത് അത് വ്യക്തമായി പഠിച്ചത് അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആളുകളോട് അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിൽ കൃത്യമായൊരു ഉപദേശം അവരൊക്കെ തരുമായിരുന്നു. അപ്പോൾ പിന്നെ ഇവർ പറയുന്ന ഉറപ്പുകൾ, നമ്മൾ എങ്ങനെ ഈ ഉറപ്പുകളെ വിശ്വസിക്കും ശ്രീ അഭിലാഷ്? 10 കൊല്ലം കൊണ്ട് ഇവർ പറഞ്ഞത് എന്താ? 2 കോടി തൊഴിലവസരം സൃഷ്ടിക്കപ്പെടും, ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഇല്ലായ്മ ഉള്ളൊരു സ്ഥലമാക്കി അല്ലെങ്കിൽ തൊഴിൽ സുരക്ഷിതത്വമുള്ളൊരു സ്ഥലമാക്കി മാറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അത് നടന്നിട്ടില്ല എന്നുള്ളിടത്താണ് അടുത്ത 5 കൊല്ലം കൊണ്ട് 4 കോടി തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഈ സർക്കാരിന് നമുക്ക് വിശ്വാസമില്ലാതാകുന്നത്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി 2 ഇൻഫ്ലേഷനെ സംബന്ധിച്ച വിഷയങ്ങളിൽ കൃത്യമായ മറുപടിയില്ല. ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ഇവിടെ എഡ്യൂക്കേഷൻ സെക്ടറുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ഇവരിപ്പോൾ ഹയർ എഡ്യൂക്കേഷന് കുറേയേറെ പണം കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. സ്കോളർഷിപ്പുകൾ മുഴുവൻ വെട്ടിക്കുറച്ചു, ലോണുകൾ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്നാണ് ഇവിടുത്തെ സാധാരണ വിദ്യാർത്ഥികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പുകൾ മൊത്തമാകെ വെട്ടിക്കുറച്ചു, എന്നിട്ട് ലോണുകൾ കൊടുക്കുമെന്ന് പറയുന്നു. ഇപ്പൊ ആ ലോണുകളിൽ ഇപ്പോൾ അഭിലാഷിനോടൊരു കാര്യം, ഇപ്പൊ 10 ലക്ഷമോ 15 ലക്ഷമോ ഇവിടെ ലോൺ കൊടുത്ത് ഇവിടെ പഠിക്കുന്നതാണോ, അതേ ഒരു 20 ലക്ഷം രൂപ ലോൺ എടുത്ത് വിദേശത്ത് പഠിച്ച് പാർട്ട് ടൈം ജോബോടുകൂടി അവിടെ പഠിക്കുന്നതാണോ ഒരു വിദ്യാർത്ഥി ഓപ്റ്റ് ചെയ്യുക? തീർച്ചയായിട്ടും ഈ 20 ലക്ഷം രൂപ എടുത്ത് വിദേശത്ത് പഠിച്ച് അവിടെ പാർട്ട് ടൈം ജോലി എടുത്ത് ആ ലോണുകൾ തിരിച്ചടയ്ക്കാനാണ് ഒരു വിദ്യാർത്ഥി ഓപ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലായിക്കൊള്ളട്ടെ, പ്രൈമറി വിദ്യാഭ്യാസത്തിലായിക്കൊള്ളട്ടെ, കൃത്യമായ ഒരു പദ്ധതി നിർവചിക്കാൻ ഈ സർക്കാരിനും ഈ ബഡ്ജറ്റിനും സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയറിൽ നിങ്ങൾ ആലോചിച്ച് ഈ ഏത് സെക്ടർ, എഡ്യൂക്കേഷൻ സെക്ടറിലെ മുൻപത്തേക്കാൾ അലോക്കേഷൻ കുറച്ചു, ഹെൽത്ത് കെയർ സെക്ടറിൽ മുൻപത്തേക്കാൾ അലോക്കേഷൻ കുറച്ചു, കൃഷിയിൽ മുൻപത്തേക്കാൾ അലോക്കേഷൻ കുറച്ചു, ഇവിടെ MSP മുതലായ കാര്യങ്ങളിൽ യാതൊരു ഉറപ്പും നൽകിയിട്ടില്ല. അതാണ് മൊത്തത്തിൽ കേന്ദ്ര ബഡ്ജറ്റിനെ നമ്മൾ ഇന്ത്യ ഒട്ടാകെ കാണുമ്പോൾ കൃത്യമായി പറയേണ്ടത്. അതാണ്. 2 കേരളത്തിലെ കാര്യം ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർ ഒരു കാരണവശാലും കേരളമെന്ന് മിണ്ടില്ല. ഇന്ന് കേന്ദ്ര ബഡ്ജറ്റിലെ നിർമ്മലാ സീതാരാമൻ കേരളം എന്ന വാക്ക് ഉച്ചരിക്കാത്തതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യരോ ഇന്നത്തെ BJP നേതാക്കന്മാരോ ആരും ഇവർ പറയുന്നത് അതൊക്കെ കേരളത്തിനുള്ളതാണെന്നാണ്. പക്ഷെ കേരളത്തിന് വേണ്ടി ഇപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയി പറഞ്ഞാൽ 2 കേന്ദ്രമന്ത്രിമാരെ BJPക്ക് വേണ്ടി കൊടുത്ത അല്ലെങ്കിൽ BJPയുടെ 2 കേന്ദ്രമന്ത്രിമാരുള്ള കേരളത്തിലേക്ക് എന്താണ് ലഭിച്ചത്? അതാണ് നമ്മുടെ ചോദ്യം. നമുക്കൊരു കീ മാർക്കായിട്ടുള്ള നമുക്ക് ബീഹാറോ അതുപോലെ ആന്ധ്രാപ്രദേശോ ഒക്കെ വിടട്ടെ, ഇവർക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു സീറ്റ് കൊടുത്ത തൃശ്ശൂരിന് വേണ്ടി എന്താണ് കൊടുത്തിട്ടുള്ളത്? തൃശ്ശൂരിലെ ടൂറിസം വകുപ്പ് മന്ത്രി കേരളത്തിലെ ഏറ്റവും വലിയ പൊട്ടൻഷ്യലുള്ള മേഖലയിൽ എന്താണ് ഒരു പദ്ധതി? ഇപ്പൊ തൃപ്രയാറും ഗുരുവായൂരും പോലുള്ള വളരെ മികച്ച ടൂറിസം സ്പോട്ടുകളുള്ള തൃശ്ശൂർ മണ്ഡലത്തിലെ ഒരു ടൂറിസം പദ്ധതി, ഒരൊറ്റ ടൂറിസം പദ്ധതി
അതിനെപ്പറ്റി പറയാൻ എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര ബഡ്ജറ്റിന് സാധിക്കാതെ പോയത്? ശ്രീ ജോർജ് കുര്യന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ പദ്ധതി, ഞാൻ അതാണ് പറയുന്നത്, ബഹുമാനപ്പെട്ട കേരളത്തിലെ ഇന്നത്തെ BJPയുടെ വക്താക്കൾക്ക് കേരളം എന്ന് പേര് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി ഇവിടെ പറയാൻ പറ്റാതായി പോയതിന്റെ കാരണം കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. നമ്മൾ മുന്നോട്ട് വെച്ച ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? അഭിലാഷ്, എയിംസിന്റെ കാര്യം നമ്മൾ മുന്നോട്ട് വെച്ചാണ്, പറഞ്ഞിട്ടില്ല. ശബരി റെയിൽപാത നമ്മൾ മുന്നോട്ട് വെച്ചതാണ്, പറഞ്ഞിട്ടില്ല. റെയിൽവേയുടെ പല വികസനങ്ങൾ, അത് തലശ്ശേരി പോലെ നഞ്ചങ്കോട് പോലുള്ള റെയിൽപാതകളുടെ വികസനം പറഞ്ഞിട്ടില്ല. റബ്ബർ മേഖലയിലെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട 5000 കോടി രൂപയുടെ ഒരു എക്സ്ട്രാ പാക്കേജിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു, പറഞ്ഞിട്ടില്ല. കേരളവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രൊജക്ട് ആദ്യമായി താമര ചിഹ്നത്തിലോട്ടിയത് ഒരു MPയെയും കേന്ദ്രമന്ത്രിയെയും സമ്മാനിച്ചിട്ടും കേരളത്തിന് ഇത്രയേറെ അവഗണനയാണെങ്കിൽ പിന്നെ കേരളത്തിന് നിങ്ങൾ എന്ത് തരും, എന്ത് കിട്ടുമെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും കേരളത്തെ അവഗണിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ തൊഴിലില്ലായ്മയെ, ഇന്ത്യയുടെ സാമ്പത്തിക വിഷയത്തെ അഡ്രസ് ചെയ്യാനുള്ള ഒന്നും ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളതാണ് സാർ.